അൻപോടെ 50 നാൾ ക്രൂശുമായി നിൻ വഴിയേ തളരാതെ നീങ്ങാൻ നിൻ കൃപയേകണമേ. കുറ്റപത്രം. ഈശോയ്ക്കെതിരെ ആരോപിച്ച കുറ്റങ്ങൾ എത്ര ബാലിശമാണ്. ദൈവദൂഷണം പറയുന്നു, ജനങ്ങളെ ഇളക്കിവിടുന്നു, ദേവാലയം നശിപ്പിക്കാൻ ശ്രമിക്കുന്നു, രാജാവാണെന്ന് അവകാശപ്പെട്ടു. ഒന്നും തെളിഞ്ഞില്ല, തെളിയേണ്ട കാര്യവുമില്ല. എന്നിട്ടും അവൻ മരണത്തിലേക്ക് പ്രമാണി സംഘത്തിൻ്റെ വഴിയെ നടത്തപ്പെട്ടു. നേരത്തെ ക്രിസ്തുവിനെതിരെ ഉയർന്ന പരാതികൾ അതിലും ഭീകരമാണ്. അവൻ സാപത്ത് ലംഘിക്കുന്നു, സാപത്തിൽ കൈശോഷിച്ചവനെ സുഖപ്പെടുത്തുന്നു, പാപങ്ങൾ ക്ഷമിക്കുന്നു, ചുങ്കക്കാരുടെയും പാപികളുടെയും വീട്ടിൽ പോകുന്നു, അവരുടെ സ്നേഹിതനാകുന്നു, വീഞ്ഞുകുടിയനും ഭോജനപ്രിയനുമാണ്. എത്രയെത്ര ആരോപണങ്ങൾ! ഓരോരുത്തരും തങ്ങൾക്ക് തോന്നുന്ന പോലെ മറ്റുള്ളവരുടെ ജീവിതങ്ങളെ വ്യാഖ്യാനിക്കുകയാണ്. എല്ലാ ആരോപണങ്ങളിലും ആത്മാംശങ്ങളുണ്ടാവും. പള്ളിപ്പറമ്പിലെ തേങ്ങ മോഷ്ടിച്ച സ്ത്രീയെ കയ്യോടെ പിടികൂടുമ്പോൾ, അയ്യോ ഈ വൈദികൻ എന്നെ കയറി പിടിച്ചേ എന്ന് നിലവിളിച്ചൊരു സ്ത്രീ ഉണ്ടായിരുന്നു. പിന്നീട് ആ വൈദികൻ കാർദിനൽ ജോസഫ് പാറക്കാട്ടിൽ തിരുമേനി ആയപ്പോൾ അവർ വന്ന് മാപ്പ് പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. ചെളിവാരി എറിയുന്നവരുടെ ഉള്ളിൽ ധാരാളം ചെളിയുണ്ടെന്നതാണ് സത്യം. അയൽവക്കത്തിരുന്ന് പരദൂഷണം കൊണ്ട് കഥയുണ്ടാക്കി ആർക്കെതിരെയാണ് നമ്മൾ കുറ്റപത്രങ്ങൾ നിരത്തുന്നത്? അതെല്ലാം ഒരു കാലത്ത് തിരിഞ്ഞു കൊത്തും. കാരണം ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന വിഷത്തിൽ നിന്നാണല്ലോ അധരത്തിൽ നിന്ന് വിഷയമ്പുകൾ ഉതിരുന്നത്. അകം നിർമ്മലമായാൽ ആരോപണങ്ങളുടെ പത്തി വിടർത്തി ആടുവാൻ നമുക്ക് തോന്നുകയില്ല. അല്ലെങ്കിലും എല്ലാവർക്കുമെതിരെ കുറ്റപത്രങ്ങൾ നിരത്തുന്ന, ആരുടെയും പോസ്റ്ററുകൾ ഒട്ടിക്കാവുന്ന കവലയിലെ കാലുകളാകാതിരിക്കാം. നമുക്കിടയിൽ വെറുപ്പിൻ്റെ കുറ്റപത്രങ്ങൾക്ക് പകരം സ്നേഹത്തിൻ്റെ താമ്രപത്രങ്ങൾ നിറയട്ടെ.